വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഓണം എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് ഓണം എക്സാമിന് നമുക്ക് മുൻപിൽ ഉള്ളത്. ഈ ഒരു സമയത്ത് എല്ലാ ഓണം എക്സാമിനകത്തും നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അതായത് ആവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, കേരള ദ ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കേരളം മണ്ണും മഴയും മനുഷ്യരും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. കേരള ജോഗ്രഫിയെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഫാക്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. മക്കളെ, എന്താണെന്നല്ലേ, പ്രധാനമായിട്ട് നമുക്കറിയാം കേരളത്തിനെ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് നോക്കാം. മക്കളെ, ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേരളം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് കേരളത്തിന് ചെയ്യുന്നത്. നമ്മുടെ ജോഗ്രഫിക്കലി ഫിസിയോഗ്രഫിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഭൂമിശാസ്ത്രപരമായി മൂന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ കേരളത്തിനകത്ത് കാണുന്നത്. അത് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. മകളെ, നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ മാപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് റെഡ് നിങ്ങൾക്കാക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ കാണാം, അതുപോലെ യെല്ലോ കാണാം. ഈ മൂന്ന് കളറും മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ മൂന്ന് ഡിവിഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ നിങ്ങൾ കാണേണ്ടത് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോടാ, ഇതാണ് നിങ്ങൾക്ക് കാണേണ്ടത് ലോ ലാൻഡ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് തീരപ്രദേശമാണ്. ഇതാണ് ഇത് തീരപ്രദേശം. അതിന്റെ ഇടയിൽ ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് മിഡ് ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണുന്നത് ഈ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് കാണേണ്ടത് ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ജോഗ്രഫിയെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിനെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചോളാം. ഒന്നാമത്താണ് നിങ്ങൾ നോക്കി, ഏതാണ് ഫസ്റ്റ് വൺ ഏതാണ് മക്കളെ? യെസ്, ഒന്ന് നിങ്ങൾ കാണാം ഹൈലാൻഡ് അല്ലെങ്കിൽ എന്താണ് മലനാടാണ് ഒന്ന്. രണ്ടാമത്തെ നിങ്ങൾ നോക്കിയ മിഡ് ലാൻഡ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇടനാടാണ് രണ്ട്. തേർഡ് വൺ മക്കളെ നിങ്ങൾ നോക്കിയൊരു ഈ പറയുന്ന ലോ ലാൻഡ് അല്ലെങ്കിൽ തീരപ്രദേശം. ഈ മൂന്നെണ്ണാണ് ഉള്ളത്. ഇനി മക്കളെ, നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഒരു ഓരോ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ സ്ഥലത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഓരോ പിക്ചറിലേക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. പെട്ടെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മലനാട് നിങ്ങൾ നോക്കിയാൽ അത് ഫുള്ള് മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അല്ലേ. ഭയങ്കര ഈ പറയുന്ന സ്റ്റീപ്പ് സ്ലോപ്പ് ഏരിയാസ് ആണ്, ഭയങ്കര കുത്തന ചരിവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന മലനാടുകൾ അല്ലേ. അപ്പൊ നമുക്കറിയുന്നതാണ് മാമലകൾക്കപ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളം എന്നൊരു മലനാട് എന്നൊരു നാടുണ്ട്. ഓർത്ത് വെച്ചുകൂടാ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇനി അടുത്ത് നോക്കിക്കോളൂ, ഇടനാടാണ്. ഇടനാടിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ കുന്നിൻ ചരിവുകളുണ്ട്, അതേപോലെ തന്നെ എന്തുകൂടിയുണ്ട്, നിരന്ന പ്രദേശങ്ങളുണ്ട്, അതായത് പ്ലെയിൻ റീജിയൻസ് ഉണ്ട് കേട്ടോ, നല്ല നിരപ്പായ സ്ഥലങ്ങളും കൂടിയുണ്ട്. രണ്ടും കൂടി കാണുന്നതാണ് ഇത് ഇടനാട് അല്ലെങ്കിൽ മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കേണ്ടത് ലോലാൻഡ് ആണ്. ലോലാൻഡ് അല്ലെങ്കിൽ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഈ തീരത്തിനോട് ചേർന്നിട്ടാണ്, ഈ പറയുന്ന സമുദ്രത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്, ഒരു പ്ലെയിൻ റീജിയൻ ആണ് ഇത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. മക്കളെ, ഇനി നിങ്ങൾ കാണേണ്ടത് ഇതിനകത്ത് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഒരു ഹൈറ്റ് കാണുന്നുണ്ട്. നമ്മൾ ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്ന മൂന്ന് വിഭാഗത്തിനെ എന്തിന്റെയൊക്കെ ബേസിലാണ് അതിന്റെ ഈ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, സാധാരണ ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഈ പറയുന്ന 7.5 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തീരപ്രദേശമായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതേപോലെ തന്നെ 7.5 to 75 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഇത് ഇടനാട് എന്ന് പറയുന്നത്. അതായത് പിന്നീട് നിങ്ങൾ കണ്ടത് 75 അബോവ് ഉള്ളത്, അതായത് 75 മീറ്ററിന് അധികമുള്ളതാണ് ഇത് ഈ പറയുന്ന മലനാട് ഉള്ളത്. അപ്പൊ മലനാട് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ മലനാടായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഇടനാടായിട്ട് കാണുന്നത് എത്രയാണ്, 7.5 to 75 മീറ്റേഴ്സ് ആണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള സ്ഥലമാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ നിങ്ങൾ കണ്ടത് എന്താണ്, 7.5 മീറ്റേഴ്സിന് താഴെ 7.5 മീറ്ററിന് താഴെയുള്ള പ്രദേശമാണ് ഇത് തീരപ്രദേശം എന്നുള്ളതും മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ നോക്ക്, ഇതിനകത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് ആണ്, പ്രധാനപ്പെട്ട ഓരോന്നിന്റെയും ഫീച്ചേഴ്സ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഹൈലാൻഡ് ആണ്. ഹൈലാൻഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ഹൈലാൻഡിന്റെ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ ആ പാട്ട് തന്നെ പറഞ്ഞു, മാമലകൾക്കപ്പുറത്ത് മലക പട്ടുകൊടുത്ത് അതിൽ നിങ്ങൾക്ക് ആ വരികത്ത് നിങ്ങൾക്ക് കാണാം പ്രധാനമായിട്ടും മഴയും അതുപോലെ തന്നെ മറ്റുള്ള മിസ്റ്റും ഒക്കെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് ഈ പറയുന്ന ഈ ഒരു മലനാട് എന്ന് പറഞ്ഞാൽ. അപ്പൊ മലനാടിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം മഞ്ഞും മഴയും തണുപ്പും ഒക്കെ കൂടുതലായിട്ടും കാണുന്ന സ്ഥലമാണ് ഇത് ഈ പറയുന്ന മലനാട് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അവിടുത്തെ ക്രോപ്സുകൾ എന്തൊക്കെ വിളകളാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്, അവിടെ കൃഷി ചെയ്യുന്നത്. മകളെ, ക്രോപ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ക്രോപ്സുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സുകൾ നിങ്ങൾ നോക്കിക്കോടാ. ഒന്ന് നിങ്ങൾ കാണാം കാടമുണ്ട്,
പെപ്പർ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, അതുപോലെ തന്നെ ടേമറിക് ഉണ്ട്. ഇങ്ങനെ കുറെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സുകളാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്പൈസസ് ഉണ്ടല്ലോ, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ, ഏലം, കുരുമുളക്, അങ്ങനെയുള്ള കുറെ പ്രധാനപ്പെട്ടത്, ഏലം, കുരുമുളക്, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇല്ലടാ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു മലനാട്ടിലാണ് കൃഷി ചെയ്യുന്നത്. പണ്ട് യൂറോപ്യന്മാരൊക്കെ തന്നെ ഇവിടേക്ക് വന്നതൊക്കെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മലനാട്ടിലൊക്കെ ആയിരുന്നു ഇത് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് അറിയാം ഇടയിലുള്ള സ്ഥലമാണ്. അപ്പോൾ പറയുന്നുണ്ട് മിഡ്ലാൻഡ് ഈസ് എ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദ ലോലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ് അല്ലേ. ഈ പറയുന്ന തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള സ്ഥലമാണ് ഇത് ഇടനാട് എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ട്, ഇടനാടാണ്, ഇടയിലുള്ള നാടാണ്. ഇനി ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് റീജിയൻ ഇൻ കേരള ഈസ് എ ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ്. മക്കളെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറഞ്ഞ 3 വിഭാഗത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിളവുകൾ ഉള്ളത്, വിള വൈവിധ്യമുള്ളത്, അതായത് വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരുപാട് കൃഷികൾ, വെറൈറ്റി ഒരുപാട് കൃഷികൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഈ സ്ഥലമാണ്, ഇടനാട്ടിലാണ് നമ്മൾ വെറൈറ്റി കൃഷികൾ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി കൃഷികൾ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് എന്നുള്ളത് ആ മക്കൾ ഓർത്ത് വെക്കുക. ഇനി അത് കൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രോപ്സുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ സെറൽസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ട്യൂബർ ക്രോപ്സ് ഉണ്ട്, അതുപോലെ റബ്ബർ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, അതുപോലെ കിഴങ്ങു വർഗ്ഗങ്ങളുണ്ട്, റബ്ബർ ഉണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു അവിടുത്തെ കൾട്ടിവേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചൂടാ. ഓക്കെ, നെക്സ്റ്റ് വൺ മക്കളെ, അടുത്ത നോക്കാം. അടുത്ത നിങ്ങൾ നോക്കിയോളൂ, റബ്ബറാണ്. റബ്ബർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറ് കാണിച്ചിട്ടുള്ളത് അല്ലേ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് ലോലാൻഡ് ആണ്, തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. 7.5 മീറ്റേഴ്സിന് താഴെയുള്ള സ്ഥലങ്ങളാണ് ഇത് തീരപ്രദേശം എന്ന് അറിയപ്പെടുന്നത്. തീരപ്രദേശം നിങ്ങൾക്കറിയാം, ദ ലോലാൻഡ് ഈസ് ക്ലോസ് ടു സീ ലെവൽ അല്ലേ. ഈ പറയുന്ന സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇത് തീരപ്രദേശം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക, നമ്മുടെ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാവും. സാധാരണ നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ എന്താണ്, നെല്ലാണ്. അതേപോലെ തന്നെ എന്തുണ്ട്, തെങ്ങുണ്ട്. 2 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ പാഡി കൾട്ടിവേഷനും ചെയ്യുന്നുണ്ട്, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, കോക്കനറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് മക്കളെ, ഇത്രയുമാണ് കേരളത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫി ആയിട്ട് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഫിസിയോഗ്രഫിക്കലി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, ലോലാൻഡ്, അതുപോലെ ഏതാണ് ഈ പറയുന്ന ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോളാം. എല്ലാ എക്സാമിനകത്തും നിർബന്ധമായിട്ടും ഇതൊക്കെ വരുന്നതാണ് മക്കളെ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ ഇനിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ വരുന്ന മാരത്തോണിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ലൈവിനകത്ത് നമ്മൾ പറയും, ഫുള്ള് പറയാ മാത്രമല്ല ചെറിയ ചെറിയ കോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഇത് നിങ്ങൾക്ക് അത് തരികയും ചെയ്യും. അപ്പൊ ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമല്ല. ആ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കോഡുകളിലൂടെയും കാര്യങ്ങളിലൊക്കെ പഠിച്ചെടുക്കാം. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചാപ്റ്റർ ഫുൾ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അപ്പൊ എല്ലാ ആൾക്കാരും ലൈവിൽ വരിക, നമുക്ക് ലൈവിൽ കാണാം. സോ ബായ് മക്കളെ.